9 മണി വാർത്ത ആരംഭിക്കുന്നത് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെയാണ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗിലേക്ക് തന്നെ ആദ്യം പോകുമ്പോൾ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭനെ കൊന്നതാണ് എന്നാണ് ആ വെളിപ്പെടുത്തൽ. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന കടകരപ്പള്ളിയിലെ ദല്ലാളുടെ ശബ്ദരേഖയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കടക്കരപ്പള്ളി സ്വദേശിനിയോടാണ് ദല്ലാളായ സോഡ പൊന്നപ്പൻ കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുമ്പ് നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചുക്കുമില്ലായിരുന്നു. ഈ പ്രായങ്ങളുടെ ഒന്നുമില്ല. ഒരു 5 വയസ്സായി ഒന്നും ഇല്ല എന്നുള്ളവരെ എനിക്കറിയാം. നടക്കില്ല. ആ സെബാസ്റ്റ്യൻ ഇവനും കൂടിയാണ് വെച്ചത്. എന്നെ വിളിച്ചോണ്ട് ഞാൻ അവിടെ പോയി. പിറ്റേ ദിവസം രാവിലെ പ്രാങ്കൾ വീട്ടിൽ വന്നു. ഒന്നും പോയിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നും പറയും, എന്നെ പറ്റി ഒന്നും പറയില്ലെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം. നിങ്ങൾ സ്ഥലമൊക്കെ 2 പേരും കൂടി സ്ഥലവും പറ്റി ആ പെണ്ണിനെയും കൊണ്ട് കൊന്നു. ഇത് എനിക്കറിയാവുന്ന ഇത് ഞങ്ങളോട് പറഞ്ഞു. ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അവളൊന്നും ജീവിച്ചിരിപ്പില്ല, അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് 2 പേരും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അടിച്ചിട്ട് ബാത്റൂമിൽ ഇട്ട് അടച്ചു. ദേവനും ഉണ്ടായില്ല. പിന്നെ നമ്മളതിന്റെ അതങ്ങനെ തല്ലി പോയി. അവിടെ ആങ്ങള രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയുക ഇങ്ങനെ ഈ മാടക്കെ അപ്പറയാണെന്ന് പറയണ. ഞാൻ ആ വീടെന്ന് പറയാൻ ഭയങ്കര വലിയ വീടായിരുന്നു. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. ദല്ലാൾ സോഡ പൊന്നപ്പൻ ഈ വിവരങ്ങൾ പങ്കുവച്ചു എന്ന കാര്യം ശശികല തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചു? അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടിൽ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ. പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. പെണ്ണിനെ അറിയുക നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ്. അപ്പോൾ പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി സഹവസിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ്. അവൾ നല്ലോണം മദ്യപിക്കണതാണ്, കൊള്ളിയില്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേർ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അതും കേട്ടിട്ട് ഞാൻ പോരുകയും ചെയ്തു. പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി. വളരെ നിർണായകമാകുന്ന ഒരു വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് ഈ വാർത്തയുടെ പൂർണ്ണരൂപം? അത് ശരണ്യ തന്നെ നൽകും. ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചു? ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലാണ് ന്യൂസ് 18നോട് ഉണ്ടായിരിക്കുന്നത്. കടക്കരപ്പള്ളി സ്വദേശിനി തന്നെയായ ശശികലയാണ് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഫ്രാങ്ക്ലിൻ എന്ന ഇവർ 2 പേരും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ള വിവരം തനിക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഫ്രാങ്ക്ലിൻ എന്ന തന്റെ അയൽവാസിയായ ആൾ തന്നോട് ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്ന സമയത്ത്
ബിന്ദുവിനെ സംബന്ധിച്ച് താൻ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ ബിന്ദു കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അയാൾ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഒരു വീടിന്റെ തൊട്ടടുത്താണ് രണ്ട് കുടുംബങ്ങളും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദം താൻ അദ്ദേഹവുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ആ രീതിയിൽ, അതായത് ബിന്ദു കൊല്ലപ്പെട്ടു മാത്രമല്ല ബിന്ദു എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന ചോദ്യത്തിന് കരുത്തുള്ള ആണുങ്ങൾ വന്ന് കൊലപ്പെടുത്തിയിട്ട് പോയി എന്നുള്ള രീതിയിലുള്ള മറുപടി ഇയാൾ നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്നാണ് ഈ ഫ്രാങ്ക്ലിൻ തന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പൊതുപ്രവർത്തക കൂടിയായിട്ടുള്ള ഈ ശശികല നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ തങ്ങളോട് പറഞ്ഞതിന് ശേഷം, തന്നോട് ഭർത്താവിനോട് ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷം ഫ്രാങ്ക്ലിന്റെ സ്വഭാവം വളരെ വിചിത്രമായിരുന്നു എന്നുള്ളതാണ്. അതായത് താൻ വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ തങ്ങളെ വിളിച്ച് കാണിച്ചു എന്നുള്ളതാണ്. പിറ്റേ ദിവസം ആ പൂച്ച ചത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ വിളിക്കുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. മദ്യപാനിയായ ഫ്രാങ്ക്ലിൻ ഇക്കാര്യം ആ ഒരു ഘട്ടത്തിൽ തങ്ങളോട് പറഞ്ഞതാകുമെന്നുള്ളതാണ്. അത് വെളിപ്പെടുത്തിയതിനു ശേഷം തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് പിന്നീട് ഈ പൂച്ചയുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല തന്റെ വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇടപാടുകളിൽ അവിടെ തന്നെ കടക്കരപ്പള്ളിയിൽ തന്നെയുള്ള ദല്ലാളായിട്ടുള്ള സോഡാപ്പനപ്പൻ എന്ന വ്യക്തിയുമായി തനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അത്തരത്തിൽ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായി ഒരിക്കൽ ഫോണിൽ സംസാരിച്ചപ്പോൾ ബിന്ദുവിനെ സംബന്ധിച്ച് താൻ ചോദിച്ചു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നു. അത് അവരുടെ ഓഡിയോയിലും വ്യക്തമാണ്. അതായത് സോഡാപ്പനപ്പനും ഒപ്പം തന്നെ ശശികലയും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണമാണ്, ശബ്ദരേഖയാണ്. 4 വർഷം മുമ്പുള്ള ശബ്ദരേഖയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് ആണ് ഈ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നും ബിന്ദു ഇയാളുടെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ ലഹരി മരുന്ന് കൊടുത്തതിന് ശേഷം ബോധരഹിതയാക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലാണ് സോഡാപ്പനപ്പന്റെ ഭാഗത്തായ ശശികലയോടായി ഉണ്ടായിട്ടുള്ളത്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും നിർണായകമാകുന്ന ഒന്നാണ് അത് എങ്കിൽ, ഈ വെളിപ്പെടുത്തൽ എങ്കിൽ, ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിലും നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേത് എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അതിൽ വളരെ നിർണായകമായ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ട രക്തക്കറ അത് ജൈനമ്മയുടെ തന്നെയാണ് എന്ന് DNA പരിശോധനാ ഫലത്തിൽ വ്യക്തമായിരിക്കുന്നു. DNA പരിശോധനയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ രക്തക്കറയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അസ്ഥി അത് ആരുടേതാണ്, ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഈ മൃതദേഹം ആരുടേത് എന്ന് കണ്ടെത്തുക അത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ്. ഇന്നലെ കോടതിയിലടക്കം ഹാജരാക്കിയ സെബാസ്റ്റ്യനെ പിന്നീട് ജയിലിലേക്ക് അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിരവധി അവിടെ നിന്ന് കിട്ടിയ പല ബന്ധുക്കളുടേതടക്കം സാമ്പിളുകൾ എടുത്തുകൊണ്ടാണ് DNA പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്നത്. ഇതിലും കൂടുതൽ ഈ ശരീരാവശിഷ്ടങ്ങളുടെ അടക്കം തെളിവുകൾ ലഭിക്കണം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായി. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോട്ടയത്തെ അന്വേഷണ സംഘം ഉള്ളത്.